ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSCയുടെ KW ഓപ്പറേറ്റർ, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ, ഇതിൻ്റെ എക്സാം ജനുവരി 1 അതുപോലെ ജനുവരി 30 ആണ്. സോ അതിൻ്റെ ബേസ് നമ്മൾ ഇലക്ട്രിക്കൽ ക്വസ്റ്റ്യൻ സെറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻറ്റ്, പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അടങ്ങിയ സെറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുവരെയും കാണാത്തവർ കാണുക. സെറ്റ് 19 വരെ ആയിട്ടുണ്ട്, സെറ്റ് 18 വരെ കാണുക. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയർ ഇലക്ട്രീഷ്യൻ നമ്മുടെ ഈ ഒരു കുറേ സെറ്റിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച നടന്ന ഇലക്ട്രീഷ്യൻ എക്സാംസ്. സോ വളരെ അതിൻ്റെതായ യൂസ്ഫുൾ എടുത്ത് കാണുക, എല്ലാവരും കാണുക. ഓക്കെ, ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് എഴുതി തന്നെ പഠിക്കുക. ഓക്കെ, നമ്മളിതിൻ്റെ ഓപ്പറേറ്റർ സൂപ്പർവൈസറിൻ്റെ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതോടൊപ്പം നമ്മൾ ഡെയിലി അൺഅക്കാഡമി ലൈവായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നടത്തുന്നുണ്ട്. സോ നിങ്ങൾ അതിലും വരിക, വളരെ യൂസ്ഫുൾ സെക്ഷൻസ് ആണ്. അതുപോലെ നമ്മുടെ അൺഅക്കാഡമിയിൽ നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ബാച്ച് കോഴ്സ് ഡീറ്റെയിൽസ് നോക്കാം. കേരള PSCയുടെ സ്പെഷ്യൽ പ്രൈസ് വീക്ക്, സേവ് 10% പ്ലസ് 10%, only 12 months അൺഅക്കാഡമി സബ്സ്ക്രിപ്ഷൻ. ഓക്കെ, സബ്സ്ക്രിപ്ഷൻ പ്രൈസ് ഉണ്ട്, അതുപോലെ 10% പ്രൈസ് ഡ്രോപ്പ് ഉണ്ട്. ഫൈനൽ പ്രൈസ് ആഫ്റ്റർ 10% കോഡ്, നമ്മുടെ സിനു ആൻസി റെഫറൽ കോഡും കൂടെ യൂസ് ചെയ്തിട്ടുള്ള ഫൈനൽ പ്രൈസ് ആണ് 7,574. ഓക്കെ, മാക്സിമം ഈ ഒരു നവംബർ മാത്രമേ ഈ ഒരു ഓഫർ ഉള്ളൂ. സോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യൂ. അതുപോലെ തന്നെ നമുക്ക് 25th നവംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ 75 ഡേയുടെ ബാച്ച് കോഴ്സ് റണ്ണിംഗ് ആണ്. ആരംഭം 24 നവംബറിൽ സ്റ്റാർട്ട് ചെയ്ത LDC LGS വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് ന്യൂ ബാച്ച് റണ്ണിംഗ് ആണ്. 17th നവംബറിൽ സ്റ്റാർട്ട് ചെയ്ത 12th ലെവൽ എക്സാം, അതുപോലെ തന്നെ 10th നവംബറിൽ സ്റ്റാർട്ട് ചെയ്ത ബാച്ചും റണ്ണിംഗ് ആണ്. വിവോക്കോ അസിസ്റ്റൻറ്റ് എക്സാം 4th നവംബറിൽ സ്റ്റാർട്ട് ചെയ്തും LD ടൈപ്പിസ്റ്റും റിസർച്ച് ഓഫീസറിൻ്റെയും എക്സാംസ് റണ്ണിംഗ് ആണ്. അതുപോലെ തന്നെ ഇപ്പോഴൊരു സൂപ്പർ 30 സീരീസ്, ജോഗ്രഫി 30 ക്വസ്റ്റ്യൻസ് 30 മിനിറ്റ്സ്. ഓക്കെ, 29th നവംബർ 2021 ആണ്. 8 to 8:30 ആണ്. ഓക്കെ, നമുക്ക് 9 മണിക്ക് അതിൻ്റെ ടെസ്റ്റ് അനാലിസിസ് അറിയാൻ പറ്റും. സോ മാക്സിമം നിങ്ങളുടെ എല്ലാവരും ജോഗ്രഫിയാണ്, 30 ക്വസ്റ്റ്യൻസ് 30 മിനിറ്റ്സ്. ഓരോ വിവിധ റാങ്ക്സും ഉണ്ട്. ഓക്കെ, ഓൾ ഫ്രൈഡേ കറണ്ട് അഫയേഴ്സ് ടെസ്റ്റ് ആണ് ഇന്നും കൂടെ ഉള്ളൂ. അതിൻ്റെ ടെസ്റ്റ് 26th നവംബർ 30 ക്വസ്റ്റ്യൻസ് 30 മിനിറ്റ്സ്, 8 to 8:30 PM. പ്ലസിലാണെങ്കിൽ കംപ്ലീറ്റ് സിലബസ്, അൺലിമിറ്റഡ് പ്രാക്ടീസ് ടെസ്റ്റ്, അൺലിമിറ്റഡ് PDF നോട്ട്സ്, റെഗുലർ ഡൗട്ട് ക്ലിയറിംഗ് ബൈ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മൈ റെഫറൽ കോഡ് സിനു ആൻസി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ മാസത്തെ ഫീസിൽ നിന്നും 10% ഓഫും ഉണ്ട്. സോ നിങ്ങൾ അൺഅക്കാഡമി ആപ്പ്, നമ്മുടെ ഇലക്ട്രിക്കലിൻ്റെ തന്നെ ക്വസ്റ്റ്യൻ ബാങ്ക് ലൈവായിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ വരുമ്പോൾ നിങ്ങളുടെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് അൺഅക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കേരള PSC അല്ലെങ്കിൽ സിനു ആൻസി റെഫറൽ കോഡ് ചോദിക്കുകയാണെങ്കിൽ റെഫറൽ കോഡ് ടൈപ്പ് ചെയ്താണ് നിങ്ങൾക്ക് അതിലോട്ട് ലൈവിലോട്ട് വരാം. കുറേ പേർക്ക് ഡൗട്ടാണ് ലൈവിലോട്ട് വരാനുള്ളത്. ആർക്കെങ്കിലും കിട്ടുന്നില്ലെങ്കിൽ എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് അത് സ്ക്രീൻഷോട്ട് അയക്കുക, ഞാൻ അന്നേരം അത് പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അൺഅക്കാഡമിയിലെ ബാച്ച് കോഴ്സ് ഡീറ്റെയിൽസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകും നമ്മുടെ ഇലക്ട്രിക്കൽ നമ്മൾ DC മെഷീൻസ് എത്തിയിട്ടുണ്ട്. നമ്മൾ ഇലക്ട്രിക്കൽ KW ഓപ്പറേറ്ററിൻ്റെ അതുപോലെ ഇലക്ട്രിക്കൽ സൂപ്പർവൈസറിൻ്റെയും മൊഡ്യൂൾ 8 എത്തിയിട്ടുണ്ട്. നമ്മുടെ DC മെഷീൻസ് ആണ്. അതിൽ DC ജനറേറ്ററാണ്. നമ്മൾ അതിൻ്റെ തിയറിയൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്തിട്ടുണ്ട്. DC ജനറേറ്ററിൻ്റെ ക്ലാസ്സസ് എന്താണ്, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, അത് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ക്ലാസ് ഉണ്ട്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ടൈപ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ 3-4-5 വീഡിയോസ് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തിയറി പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് പഠിക്കുക. ഓക്കെ, അന്നേരം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അപ്പോൾ ഇന്നലെ നമ്മൾ DC ജനറേറ്ററിൻ്റെ തന്നെ ഒരു 10 ക്വസ്റ്റ്യൻസ്, അതിൻ്റെ കൺസ്ട്രക്ഷനുമായിട്ട് ബേസ് ചെയ്ത് വരുന്ന 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു സെറ്റ് 18-ൽ. അപ്പോൾ അതും കാണാത്തവർ കാണുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ടൈപ്സും നമ്മൾ DC ജനറേറ്റീവായിട്ട് വരുന്ന അതുപോലെ വൈൻഡിങ്സും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ഒരു 25 ക്വസ്റ്റ്യൻസ് ആണ്. വളരെ ഇമ്പോർട്ടൻറ്റ് 25 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാവരും അത് നല്ലതുപോലെ പഠിച്ച് പോവുക. അതുപോലെ തന്നെ നോട്ട്സ് ഉണ്ടെങ്കിൽ എഴുതിയെടുത്ത് പോവുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇന്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ DC ജനറേറ്റർ ഈസ് പ്ലോട്ടഡ് ബിറ്റ്വീൻ. ഇന്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് നമുക്കറിയാം, ഒരു DC ജനറേറ്ററിനകത്ത് ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, അല്ലെങ്കിൽ OCC എന്ന് പറയും. ഇന്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതിൽ DC ജനറേറ്ററിൻ്റെ ഇന്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് ആരൊക്കെ തമ്മിലൊക്കെ ഉള്ള ഗ്രാഫാണ്. ഇറ്റ് ഈസ് ആർമേച്ചർ കറണ്ടും അതുപോലെ തന്നെ വോൾട്ടേജ് ജനറേറ്റഡ് ആഫ്റ്റർ ആർമേച്ചർ റിയാക്ഷൻ. ഓക്കെ, എന്നതിൻ്റെയൊക്കെ കേവാണ് ആർമേച്ചർ കറണ്ടും അതുപോലെ തന്നെ വോൾട്ടേജ് ജനറേറ്റഡ് ആഫ്റ്റർ ആർമേച്ചർ റിയാക്ഷൻ ആണോ, അതോ ഫീൽഡ് കറണ്ട് ആൻഡ് വോൾട്ടേജ് ജനറേറ്റഡ് അറ്റ് നോ ലോഡ് ആണോ, അതോ ഫീൽഡ് കറണ്ട് ആൻഡ് വോൾട്ടേജ് ജനറേറ്റഡ് അറ്റ് ഓൺ ലോഡ് ആണോ, അതോ ആർമേച്ചർ കറണ്ട് ആൻഡ് വോൾട്ടേജ് ജനറേറ്റഡ് അറ്റ് ദി ഔട്ട്പുട്ട് ടെർമിനൽസ് ആണോ? ഏതായിരിക്കും ഇന്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ DC ജനറേറ്റർ? ഇന്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ DC ജനറേറ്റർ. ഇത് ഓപ്ഷൻ എ ആണ്, ആർമേച്ചർ കറണ്ട് വേഴ്സസ് വോൾട്ടേജ് ജനറേറ്റഡ് ആഫ്റ്റർ ആർമേച്ചർ റിയാക്ഷൻ. ഓപ്ഷൻ എ ആണ്. നമുക്ക് ഓരോന്നും പ്ലോട്ട് നോക്കാം. ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണെങ്കിൽ E0 വേഴ്സസ് IF ആണ്. ഓക്കെ, ഇതിന് നമുക്ക് വേണമെങ്കിൽ മാഗ്നറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ നോ ലോഡ് സാച്ചുറേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്നും പറയാം. എന്തിൻ്റെയൊക്കെ റിലേഷനാണ്? ജനറേറ്റഡ് EMF അറ്റ് നോ ലോഡ് വേഴ്സസ് IF കറണ്ട്, ഫീൽഡ് കറണ്ടിൻ്റെ ആ ഒരു ഗ്രാഫാണ് OCC എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ പഠിക്കാം. അടുത്ത് നമ്മൾ ഇന്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇറ്റ് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഓൺ ലോഡ് ജനറേറ്റഡ് EMF EG വേഴ്സസ് ആർമേച്ചർ കറണ്ട് IA ആയിരിക്കും.
എക്സ്റ്റേണൽ ആണെങ്കിൽ എന്താണ് ടെർമിനൽ വോൾട്ടേജ് വി വേഴ്സസ് ലോഡ് കറണ്ട് ഐ എൽ. ഇതിൻ്റെ എല്ലാം നിങ്ങൾ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കാം. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡി സി ജനറേറ്റർ വിൽ ഹാവ് നെഗ്ലിജിബിൾ ടെർമിനൽ വോൾട്ടേജ് അറ്റ് നോ ലോഡ്? താഴെ നിൽക്കുന്നതിൽ ഏത് ഡി സി ജനറേറ്ററിനാണ് നെഗ്ലിജിബിൾ ആയിട്ടുള്ള ടെർമിനൽ വോൾട്ടേജ് അറ്റ് നോ ലോഡ്? സീരീസ്, ഷണ്ട്, കോമ്പൗണ്ട്, നൺ ഓഫ് ദീസ്. ഏതായിരിക്കട്ടെ? സീരീസ് ആണ്. സീരീസ് ഡി സി സീരീസ് ജനറേറ്റർ ആണ്. ഇവിടെ നമ്മൾ എന്താണ് ഡി സി സീരീസ് ജനറേറ്ററിനകത്ത് നമ്മൾ ടൈപ്സിൽ പഠിച്ചിട്ടുണ്ട്. ആർമേച്ചർ വൈൻഡിങ് സീരീസ് ആയിട്ട് നമ്മുടെ ഫീൽഡ് വൈൻഡിങ്ങിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഫീൽഡ് കറണ്ട് ലോഡിൽ കൂടെ പോകുന്നു ആസ് വെൽ ആസ് ഫീൽഡ് വൈൻഡിങ്. ഓക്കെ, നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഫീൽഡ് വൈൻഡിങ് എന്ന് പറയുമ്പോൾ ലോ റെസിസ്റ്റൻസ് തിക്ക് വയർ ഓഫ് ഫ്യൂ ടേൺസ് ആണ് ഉപയോഗിക്കുന്നത്. ലോ റെസിസ്റ്റൻസ് തിക്ക് വയർ ഓഫ് ഫ്യൂ ടേൺസ്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ടോട്ടൽ ഓർ ഇന്റർണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഡി ജനറേറ്റർ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്തിൻ്റെയൊക്കെ ആണ് നമ്മുടെ ഇന്റർണൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഇറ്റ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഓൺ ലോഡ് ജനറേറ്റഡ് EMF ആൻഡ് ആർമേച്ചർ കറണ്ട്. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which of the following generators will be preferred if they are required to be run in parallel? പാരലായിട്ട് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ജനറേറ്റർ ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്? സീരീസ് ആണോ, ഷണ്ട് ആണോ, ഷണ്ട് ആൻഡ് സീരീസ് ആണോ, കോമ്പൗണ്ട് ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ്, ഷണ്ട് ജനറേറ്റേഴ്സ്. ഡി സി ഷണ്ട് ജനറേറ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു സ്റ്റേബിൾ പാരലൽ ഓപ്പറേഷനിൽ മോസ്റ്റ് സ്യൂട്ടബിൾ ടൈപ്പ് ഓഫ് ഡി ജനറേറ്റർ എന്ന് പറയുന്നത് ഷണ്ട് ജനറേറ്റർ ആണ്. കാരണം ഇതിന് ഡ്രോപ്പിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് വളരെ കുറവ്, സ്ലൈറ്റ്ലി ഡ്രോപ്പിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സീരീസ് ജനറേറ്റേഴ്സ് ആർ ജനറലി നോട്ട് യൂസ്ഡ് ബിക്കോസ് ഓഫ് ദിയർ ടെർമിനൽ വോൾട്ടേജ്. സീരീസ് ജനറേറ്റേഴ്സ് നമ്മൾ നോർമലി യൂസ് ചെയ്യാറില്ല. കാരണം എന്താണ്? അതിൻ്റെ ടെർമിനൽ വോൾട്ടേജ് വെരി ഹൈ ആണോ, വേരിയസ് വിത്ത് ലോഡ് വേരിയേഷൻ ആണോ, ഈസ് വെരി ലോ ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ്. ഇറ്റ് വിൽ വേരിയസ് വിത്ത് ലോഡ് വേരിയേഷൻ. ലോഡ് വേരിയുന്നതനുസരിച്ച് അത് നമ്മുടെ ടെർമിനൽ വോൾട്ടേജ് വേരി ആവും. ആറാമത്തെ ക്വസ്റ്റ്യൻ. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ജനറേറ്റർ ഫീൽഡ് വൈൻഡിങ് ആർ കണക്റ്റഡ് ഇൻ. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ജനറേറ്ററിൽ ഫീൽഡ് വൈൻഡിങ് എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? ഇറ്റ് ഈസ് കണക്റ്റഡ് സീരീസ് വിത്ത് സോഴ്സ്. സോഴ്സിന് സീരീസ് ആയിട്ടാണ്, സീരീസ് വിത്ത് സോഴ്സ്. അത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ ഫങ്ഷൻ ഓഫ് പോൾ ഷൂ ഇൻ എ ഡി സി മെഷീൻ. ഡി സി മെഷീനകത്ത് പോൾ ഷൂവിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ടു ഡെവലപ്പ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഫ്ലക്സ് അല്ലേ, യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫ്ലക്സ്. അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ നമ്പർ ഓഫ് പാരലൽ പാത്ത് ഇൻ ആൻ 8 പോൾ സിംപ്ലെക്സ് ലാപ്പ് വൗണ്ട് ആർമേച്ചർ ഇൻ ഡി സി ജനറേറ്റർ. ലാപ്പ് വൗണ്ട് ആണ്. ലാപ്പ് വൗണ്ട് ആണെങ്കിൽ എത്രയായിരിക്കും? ഓക്കെ, ദ നമ്പർ ഓഫ് പാരലൽ പാത്ത് ഇൻ 8 പോൾ സിംപ്ലെക്സ് ലാപ്പ് വൗണ്ട് ആർമേച്ചർ ഇൻ ഡി സി ജനറേറ്റർ ഈസ്. ഇറ്റ് ഈസ് ഓപ്ഷൻ 3 ആണല്ലേ. എത്ര വരുന്നത്? 8 ആണല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ലാപ്പ് വൗണ്ടിൽ നമ്പർ ഓഫ് പാരലൽ പാത്ത് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു നമ്പർ ഓഫ് പോൾസ് ആയിരിക്കും. അപ്പോൾ അത് പഠിക്കാം കേട്ടോ. ഓക്കെ, പിന്നെ ലാപ്പ് വൈൻഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പാരലൽ പാത്ത് ഈസ് ഇൻ ആൻ 8 പോൾ സിംപ്ലെക്സ് ലാപ്പ് വൗണ്ട് ആർമേച്ചർ ഇൻ ഡി സി ജനറേറ്റർ ഈസ് 8. നമ്മൾ ആർമേച്ചർ വൈൻഡിങ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ലാപ്പ് വൈൻഡിംഗ് ഉണ്ട്, വേവ് വൈൻഡിംഗ് ഉണ്ട്. ഓക്കെ, വേവ് വൈൻഡിങ്ങിലാണെങ്കിൽ നമ്പർ ഓഫ് പാരലൽ പാത്ത് എന്ന് പറയുന്നത് ഈസ് ഓൾവേസ് 2 ആയിരിക്കും. ലാപ്പ് വൈൻഡിങ്ങിലാണെങ്കിൽ നമ്പർ ഓഫ് പാരലൽ പാത്ത് എന്ന് പറയുന്നത് ഈക്വൽ ടു നമ്പർ ഓഫ് പോൾസ് ആയിരിക്കും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ ആർമേച്ചർ ഓഫ് എ ഷണ്ട് ജനറേറ്റർ തന്നിട്ടുണ്ട് 600 വോൾട്ട്. ആർമേച്ചർ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് 0.1 ഓം. ആർമേച്ചർ കറണ്ട് തന്നിട്ടുണ്ട് 200 ആംപിയർ. ടെർമിനൽ വോൾട്ടേജ് കണ്ടുപിടിക്കണം. ജനറേറ്ററിൻ്റെ കേസിൽ ടെർമിനൽ വോൾട്ടേജ് കാണാനുള്ള ഫോമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. EG ഈക്വൽ ടു VT പ്ലസ് IARA. ഈ ഫോമുലയായിട്ട് തന്നെ ചോദിക്കാറുണ്ട് കേട്ടോ ജനറേറ്ററിൻ്റെ കേസിൽ. VT തന്നെ ടെർമിനൽ വോൾട്ടേജ്, IA ആർമേച്ചർ കറണ്ട്, RA ആർമേച്ചർ റെസിസ്റ്റൻസ്. ക്വസ്റ്റ്യനിൽ EG തന്നിട്ടുണ്ട് എത്ര, ടെർമിനൽ വോൾട്ടേജ് തന്നിട്ടുണ്ട് എത്രയാണ്, എത്ര തന്നിട്ടുണ്ട് ടെർമിനൽ വോൾട്ടേജ്? ഇറ്റ് ഈസ് VT ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ. ഫൈൻഡ് ദ ടെർമിനൽ വോൾട്ടേജ് ആണ്. EMF ഇൻഡ്യൂസ്ഡ് ഇൻ ദ ആർമേച്ചർ തന്നിട്ടുണ്ട്. EMF എത്ര? ജനറേറ്റഡ് EMF തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 600 വോൾട്ട്. ആർമേച്ചർ റെസിസ്റ്റൻസ് 0.1 ഓം. ആർമേച്ചർ കറണ്ട് 200. അപ്പോൾ ഇതിന് നമുക്ക് VT കണ്ടുപിടിക്കാമല്ലോ. ഈ VT ഒറ്റയ്ക്ക് നടത്തിയിട്ട് ഈ പ്ലസ് IARA അപ്പുറത്തോട്ട് പോകുമ്പോൾ ഈക്വൽ ടുവിന് അപ്പുറത്തോട്ട് പോകുമ്പോൾ മൈനസ് IARA വരും. സോൾവ് ചെയ്യുക. ആൻസർ വന്നിട്ട് ഓപ്ഷൻ 4 580 വോൾട്ട് കിട്ടും. അടുത്ത് നമ്മുടെ 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. For DC welding motor generator setൽ which type of DC generator is used? For DC welding motor generator ടെസ്റ്റിൽ ഏത് ടൈപ്പ് ഓഫ് DC generator ആണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഡിഫറൻഷ്യൽ ആണോ അതോ നമ്മുടെ ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് DC generator ആണോ, DC സീരീസ് ജനറേറ്റർ ആണോ, DC ഷണ്ട് ആണോ, ക്യുമുലേറ്റീവ് ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ എ ആണ്, ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് DC generator. ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് DC generator. ഓക്കെ, അടുത്ത് നമ്മുടെ 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ടെർമിനൽ വോൾട്ടേജ് ഓഫ് എ ലോങ് ഷണ്ട് DC generator കുഡ് ബി ഡിറ്റർമൈൻഡ് ആസ്. ലോങ് ഷണ്ട് ആണ്. ലോങ് ഷണ്ടും ഷോർട്ട് ഷണ്ടിനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോമുലാസ് ഒക്കെ പഠിക്കാം. ലോങ് ഷണ്ട് ആണെങ്കിൽ V ഈക്വൽ ടു EG മൈനസ് IA ഇൻറ്റു RA പ്ലസ് RS കൂടെ വരും. RA പ്ലസ് RS. ഓക്കെ, അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഷണ്ട് ജനറേറ്റേഴ്സ് ആർ ജനറലി യൂസ്ഡ് ഫോർ. ഷണ്ട് ജനറേറ്റേഴ്സ് ജനറലി യൂസ്ഡ് ഫോർ എവിടെയാണ്? ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ചാർജിങ് ബാറ്ററീസ്. എപ്പോഴും ചോദിക്കാറുണ്ട് ചാർജിങ് ബാറ്ററീസ്. അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ. കോമ്പൗണ്ട് ജനറേറ്റേഴ്സ് ആർ യൂസ്ഡ് ടു സപ്ലൈ പവർ ടു. കോമ്പൗണ്ട് ജനറേറ്റേഴ്സ് ആർ യൂസ്ഡ് ടു സപ്ലൈ പവർ ടു ഇൻകാൻഡസൻ ലാമ്പ് ആണോ, റെയിൽവേ സർക്യൂട്ട് ആണോ, എലിവേറ്റർ മോട്ടേഴ്സ് ആണോ? റെയിൽവേ സർക്യൂട്ട്, ഇൻകാൻഡസൻ ലാമ്പ് ആൻഡ് എലിവേറ്റർ മോട്ടേഴ്സ് ആണോ? ഏതാണ്?
കോമ്പൗണ്ട് ജനറേറ്റേഴ്സ്. ഓക്കെ, കോമ്പൗണ്ട് ജനറേറ്റേഴ്സ് എവിടെയായിരിക്കും? ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ്. റെയിൽവേ സർക്യൂട്ട്, ഇൻകാൻഡസൻ ലാമ്പ്, അതുപോലെ തന്നെ എലിവേറ്റർ, മോട്ടേഴ്സ്. ഓക്കെ, അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ സീരീസ് ഫീൽഡ് ഓഫ് എ ഷോർട്ട് ഷണ്ട് DC generator ഈസ് എക്സൈറ്റഡ് ബൈ. ദ സീരീസ് ഫീൽഡ് ഓഫ് എ ഷോർട്ട് ഷണ്ട് DC generator ഈസ് എക്സൈറ്റഡ് ബൈ. ഏതായിരിക്കും? എക്സ്റ്റേണൽ സർക്യൂട്ട് ആണോ, ആർമേച്ചർ കറണ്ട് ആണോ, ഷണ്ട് കറണ്ട് ആണോ, ലോഡ് കറണ്ട് ആണോ? സീരീസ് ഫീൽഡ്. ഓക്കെ, ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ്, ലോഡ് കറണ്ട് ആണ്. അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ആർമേച്ചർ വൈൻഡിങ്ങിൽ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെഗ്മെൻറ്റ്സ് ടു വിച്ച് ദ എൻഡ് കോയിൽസ് ആർ കണക്റ്റഡ് ഈസ്. In armature winding, the distance between the segments to which the end coils are connected is. It is option C ആണ്. എന്താണ്? കമ്മ്യൂട്ടേറ്റർ പിച്ച്. ഇത് ഓരോന്നും പഠിക്കാം. ബാക്ക് പിച്ച് എന്ന് പറയുമ്പോൾ the distance between the top and bottom coil sides of a coil measured around the back of the armature. നമ്മൾ ബാക്ക് പിച്ച് എന്ന് പറയുന്നത്. ഫ്രണ്ട് പിച്ച് ആണെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 coil sides connected to the same commutator segment ആണ് ഫ്രണ്ട് പിച്ച് എന്ന് പറയുന്നത്. വൈൻഡിങ് അല്ലെ റിസൾട്ടൻറ്റ് പിച്ച് എന്ന് പറയുമ്പോൾ എന്താണ്? ഇതിൻ്റെയൊക്കെ ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്റ്റാർട്ട് ഓഫ് ദി 2 കോൺസിക്യൂട്ടിംഗ് കോയിൽ മെഷർഡ് ഇൻ ടേംസ് ഓഫ് കോയിൽ സൈഡ്സ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി തിയറിയിൽ നമ്മൾ ഇങ്ങനെ ഫിഗറൊക്കെ വെച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് വായിച്ച് നോക്കാം. ഓക്കെ, വേവ് വൈൻഡിങ്ങിലാണ് ഇത് ഓർക്കുക. വേവ് വൈൻഡിങ്ങിലാണെങ്കിൽ ബാക്ക് പിച്ചും ഫ്രണ്ട് പിച്ചും ബോത്ത് മോഡാണ് ആൻഡ് ഈക്വൽ ടു സെയിം സൈൻ ആയിരിക്കും. ബാക്ക് പിച്ചും ഫ്രണ്ട് പിച്ചും നിയർലി ഈക്വൽ ടു പോൾ പിച്ചാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ ഡിഫർ ബൈ +or-2 ആയിരിക്കും ഫോർ പ്രോഗ്രസീവ് വൈൻഡിങ്. ഓക്കെ, -4 പ്ലസ്. ഇപ്പോൾ നമുക്ക് +or-2 ആണ്. പ്ലസ് ആണെങ്കിൽ ഫോർ പ്രോഗ്രസീവ് വൈൻഡിങ്, മൈനസ് ആണെങ്കിൽ ഫോർ റെട്രോഗ്രസീവ് വൈൻഡിങ്. റിസൾട്ടൻറ്റ് പിച്ച് കാണാനുള്ള ഫോർമുല YR = YB. ബാക്ക് പിച്ച് പ്ലസ് ഫ്രണ്ട് പിച്ച് ആണ്. കമ്മ്യൂട്ടേറ്റഡ് പിച്ച് അല്ലെങ്കിൽ ആവറേജ് പിച്ച് = ബാക്ക് പിച്ച് പ്ലസ് ഫ്രണ്ട് പിച്ച് ഡിവൈഡ് ബൈ 2. അപ്പോൾ അത് രണ്ടും കൂടെ എത്തി. ആ രണ്ട് ഫോർമുലാസും കൂടെ പഠിച്ചു വയ്ക്കുക. അതിനൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരും. അടുത്ത് നമ്മുടെ 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ലാപ്പ് വൈൻഡിങ് ഓഫ് എ പീപോൾ മെഷീൻസ് ദ നമ്പർ ഓഫ് ബ്രഷസ് ഈസ് ഈക്വൽ ടു. നമ്മൾ പറഞ്ഞു ലാപ്പ് പോയിന്റിൽ നമ്പർ ഓഫ് ബ്രഷസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പൂൾസ് ആണ്. ബ്രഷസ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് ബ്രഷസ് എന്തായിരിക്കും? നമ്മുടെ കമ്പ്യൂട്ടർ സെഗ്മെൻറ്റിൽ നിന്ന് കറണ്ടിനെ കളക്ട് ചെയ്യുക. ഒരു DC മെഷീൻ്റെ അകത്ത് നമ്പർ ഓഫ് ബ്രഷസിൻ്റെ DC മെഷീൻസ് എന്ന് പറയുമ്പോൾ ഈക്വൽ ടു നമ്പർ ഓഫ് പാരലൽ പാത്ത് ആയിരിക്കും. വേവ് വൈൻഡിങ്ങിലാണെങ്കിൽ നമ്പർ ഓഫ് പാരലൽ പാത്ത് എത്ര പോൾസ് ഉണ്ടെങ്കിൽ വേവ് വൈൻഡിങ്ങിൽ നമ്പർ ഓഫ് പാരലൽ പാത്ത് 2 ആയിരിക്കും. അതായത് നമ്പർ ഓഫ് ബ്രഷസ് ഇസ് ഓൾവേസ് 2. ലാപ്പ് വൈൻഡിങ്ങിലാണെങ്കിൽ ഇറ്റ് ഇസ് നമ്പർ ഓഫ് പാരലൽ പാത്ത് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു നമ്പർ ഓഫ് പോൾസ് ആയിരിക്കും. ഇറ്റ് ഇസ് ഈക്വൽ ടു എന്താണ്? നമ്പർ ഓഫ് പോൾസ് ആയിരിക്കും വരുന്നത്. ഇതിൻ്റെ ഡിഫറൻസ് നോക്കുക. ലാപ്പും വേവും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. ലാപ്പ് വൈൻഡിങ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ കോയിൽ ദാറ്റ് ക്യാൻ ബി ലാപ്പ് ബാക്ക് ടുവേർഡ്സ് സക്സീഡിങ് കോയിൻ്റ് ആണ്. പിന്നെ ഇവിടെ നോക്കൂ, ലാപ്പ് വൈൻഡിങ് നമ്പർ ഓഫ് പാരലൽ പാത്ത് ഈക്വൽ ടു നമ്പർ ഓഫ് പോൾസ് ആയിരിക്കും. ഇവിടെ നമ്പർ ഓഫ് പാരലൽ പാത്ത് ഈക്വൽ ടു 2 ആയിരിക്കും. അനദർ നെയിം ഓഫ് ലാപ്പ് വൈൻഡിങ്ങിൽ മൾട്ടിപ്പിൾ വൈൻഡിങ് അല്ലെങ്കിൽ പാരലൽ വൈൻഡിങ് എന്നൊക്കെ വിളിക്കാം. വേവിലാണെങ്കിൽ സീരീസ് വൈൻഡിങ്. നമ്മുടെ ലാപ്പ് വൈൻഡിങ്ങിൽ EMF ഓഫ് ലാപ്പ് വൈൻഡിങ് വളരെ കുറവായിരിക്കും. വേവിലാണെങ്കിൽ കൂടുതലായിരിക്കും. എഫിഷ്യൻസി വളരെ കുറവായിരിക്കും ലാപ്പിൽ. വേവിൽ എഫിഷ്യൻസി ഹൈ ആണ്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. അത് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ലാപ്പ് വൈൻഡിങ് യൂസ് ചെയ്യുന്നത് ഹൈ കറണ്ട് ലോ വോൾട്ടേജ് മെഷീൻസിലാണ്. വേവ് വൈൻഡിങ് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഹൈ വോൾട്ടേജ് ലോ കറണ്ട് മെഷീൻസിലാണ്. ഇത് എപ്പോഴും ചോദിക്കാറുണ്ട് ഈ ഒരു പോയിന്റ്. ഓക്കെ, അടുത്ത് നമ്മുടെ 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ കമ്മ്യൂട്ടേറ്റർ പിച്ച് ഫോർ സിംപ്ലെക്സ് വേവ് വൈൻഡിങ് ഈസ് ഈക്വൽ ടു. കമ്മ്യൂട്ടേറ്റർ പിച്ച് ഫോർ എ സിംപ്ലെക്സ് വേവ് വൈൻഡിങ് ഈസ് ഈക്വൽ ടു ഹാഫ് പിച്ച് ആണോ, ആവറേജ് പിച്ച് ആണോ, ഫുൾ പിച്ച് ആണോ, ക്വാർട്ടർ പിച്ച് ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, ആവറേജ് പിച്ച്. ഓക്കെ, അടുത്ത 18ാമത്തെ ക്വസ്റ്റ്യൻ. ദ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ ജനറേറ്റർ മോട്ടർ വൈൻഡിങ് ആൻഡ് ഫീൽഡ് വൈൻഡിങ് ഈസ്. ഏത് മെറ്റീരിയൽ ആയിരിക്കും? ഇറ്റ് ഈസ് ഓപ്ഷൻ എ, ഇനാമൽഡ് കോപ്പർ വയർ ആയിരിക്കും അല്ലെ വൈൻഡിങ് ഉപയോഗിക്കുന്നത്. ഇനാമൽഡ് കോപ്പർ വയറാണ്. അടുത്ത് നോക്കുക, 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ എ സിംപ്ലെക്സ് വേവ് വൗണ്ട് ജനറേറ്റർ EMF ജനറേറ്റഡ് പാത്ത് ഈസ് ഗിവൺ ബൈ. EMF ജനറേറ്റഡ് പാത്ത് ഈ ഫോർമുല ആയിട്ട് തന്നെ എപ്പോഴും ചോദിക്കാറുണ്ട്. ദിസ് ഓപ്ഷൻ ബി ആണ്, 5ZPN ഡിവൈഡ് ബൈ 120. 5ZPN EMF ഇക്വേഷൻ ഓഫ് എ DC ജനറേറ്റർ ആണ്. വേർ 5 എന്ന് പറയുന്നത് ഫ്ലക്സ് പെർ പോൾ ഇൻ വെബർ, Z ടോട്ടൽ നമ്പർ ഓഫ് ആർമേച്ചർ കണ്ടക്ടേഴ്സ്, P നമ്പർ ഓഫ് ജനറേറ്റർ പോൾസ്. സ്മോൾ ലെറ്റർ നമുക്ക് സ്മോൾ ലെറ്റർ തന്നെ ചിലപ്പോൾ ഇൻ ടേംസ് ഓഫ് RPS ചിലപ്പം കാണിക്കും. അപ്പോൾ ആർമേച്ചർ റൊട്ടേഷൻ റെവല്യൂഷൻ പെർ സെക്കൻഡ് ആണ് RPSൽ. ക്യാപിറ്റൽ ലെറ്ററിൽ എന്നാണെങ്കിൽ റെവല്യൂഷൻ പെർ മിനിറ്റ്. എ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് പാരലൽ പാത്ത്, Z/A എന്ന് വെച്ചാൽ എന്താണ്? നമ്പർ ഓഫ് ആർമേച്ചർ കണ്ടക്ടേഴ്സ് ഇൻ സീരീസ് ഫോർ ഈച്ച് പാരലൽ പാത്ത്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. 5ZPN ഡിവൈഡ് ബൈ 120 ആണ്. ഓക്കെ, ഓർക്കുക 5ZPN ഡിവൈഡ് ബൈ 120. അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. In a DC generators, current to the external circuit from the armature is given through. In DC generators, current to the external circuit പോകുന്ന current from the armature is given through. ആര് വഴിയാണ്? കമ്മ്യൂട്ടേറ്റർ ആണോ, സ്ലിപ്പ് റിങ്സ് ആണോ, സോളിഡ് കണക്ഷൻസ് ആണോ, യോക്ക് ആണോ? ആര് വഴിയായിരിക്കും DC മെഷീൻസിൽ? ഓക്കെ, ഇറ്റ് ഈസ് ഓപ്ഷൻ എ, കമ്മ്യൂട്ടേറ്റർ അല്ലേ? കമ്മ്യൂട്ടേറ്റർ, ഓപ്ഷൻ എ കമ്മ്യൂട്ടേറ്റർ. അടുത്ത 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. A 4-pole generator with 16 coils has 2-layer lap winding. The pole pitch
എപ്പോഴും ചോദിക്കാറുണ്ട്, പോൾ പിച്ച് കാണാനുള്ള ഫോമുല ചോദിക്കാറുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് പ്രോബ്ലംസ് സിമ്പിൾ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. പോൾ പിച്ച് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ്സ് ഒരു പെരിഫറൽ ഡിസ്റ്റൻസ് ആണല്ലേ ബിറ്റ്വീൻ സെൻറ്റർ രണ്ട് അഡ്ജസ്റ്റൻറ്റ് പോൾസ്. ഒരു DC മെഷീന് രണ്ട് അഡ്ജസ്റ്റബിൾ പോൾസ്, അടുത്തടുത്തിരിക്കുന്ന രണ്ട് പോൾസുകൾക്കിടയ്ക്കുള്ള ആ പെരിഫറൽ ഡിസ്റ്റൻസ് നമ്മൾ പോൾ പിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ആ പോൾ പിച്ച് നമ്മൾ ഇലക്ട്രിക്കൽ മെഷീനിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ഇലക്ട്രിക്കലാണ്. അത് പഠിക്കാം. പോൾ പിച്ച് ഇൻ ഇലക്ട്രിക്കൽ മെഷീൻസിൽ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി ഇലക്ട്രിക്കൽ. ക്വസ്റ്റ്യനിൽ നമ്പർ ഓഫ് കോയിൽസ് എന്നിട്ടുണ്ട് എത്രയാണ്? 16 ആണ്. പിന്നെ എന്നിട്ടുണ്ട് 2 ലെയർ ലാപ്പ് വൈൻഡിങ് ആണ്. 2 ലെയർ ലാപ്പ് വൈൻഡിങ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? 2 ലെയർ ലാപ്പ് വൈൻഡിങ്. അതായത് ടോട്ടൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് 2 ഇൻറ്റു എന്തായിരിക്കും? നമ്പർ ഓഫ് കോയിൽസ് ആയിരിക്കും. അതായത് 32 ആയിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ്. 2 ലെയർ ആയതുകൊണ്ട് 2 ഇൻറ്റു നമ്പർ ഓഫ് കോയിൽസ് ചെയ്യുക, അപ്പോൾ 32 കിട്ടും. പോൾ പിച്ച് കാണാനുള്ള ഫോമിൽ എന്താണ്? നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് പെർ നമ്പർ ഓഫ് പോൾസ് ആണ്. നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് നമുക്ക് 32 കിട്ടി, ഡിവൈഡ് ബൈ നമ്പർ ഓഫ് പോൾസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താണ്? ലാപ്പ് വൈൻഡിങ് ആണ്. അപ്പോൾ എത്രയായിരിക്കും? 4 ആയിരിക്കും. 4. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും? ആൻസർ ഇറ്റ് ഇസ് 8 കിട്ടും. സോ ഇറ്റ് ഈസ് ഓപ്ഷൻ എ ഇസ് ദ ആൻസർ. അടുത്ത 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഹൗ മെനി പാരലൽ പാർട്സ് ആർ ദർ ഇൻ എ 6 പോൾ സിംപ്ലെക്സ് ലാപ്പ് വൗണ്ട് DC മെഷീന്? ലാപ്പ് വൗണ്ട് DC മെഷീന് 6 പോൾ ആണ്. ലാപ്പ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പോൾസ് 6 ആണ്. അടുത്ത 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ എ ലാപ്പ് വൗണ്ട് ജനറേറ്റർ ദ നമ്പർ ഓഫ് പാരലൽ പാത്ത് ഇൻ ആർമേച്ചർ ഈസ് ടേക്കൺ ടു ബി. ലാപ്പ് വൗണ്ട് ജനറേറ്റർ നമ്പർ ഓഫ് പാരലൽ പാത്ത് ഇൻ ആർമേച്ചർ ഈസ് ടേക്കൺ ടു ബി. ലാപ്പ് വൗണ്ട് ജനറേറ്റ് നമ്പർ ഓഫ് പാരലൽ പാത്ത് ഇൻ ആർമേച്ചർ ഈസ് ടേക്കൺ ടു ബി എത്രയായിരിക്കും? ഇറ്റ് ഈസ് ഓപ്ഷൻ 4 നമ്പർ ഓഫ് പോൾസ് ആയിരിക്കും അല്ലേ? നമ്പർ ഓഫ് പോൾസ്. അടുത്ത 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ കേസ് ഓഫ് DC ജനറേറ്റർ ലാപ്പ് വൈൻഡിങ് ഇസ് സ്യൂട്ടബിൾ ഫോർ. നമ്മൾ നേരത്തെ പറഞ്ഞു ലാപ്പ് വൈൻഡിങ് ആകുമ്പോൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഹൈ കറണ്ടും ലോ വോൾട്ടേജ് ആയിരിക്കും. വേവ് വൈൻഡിങ് ആണെങ്കിൽ എവിടെയായിരിക്കും? നിങ്ങൾക്കൊരു കോഡ് എളുപ്പത്തിൽ പഠിക്കാൻ ഒരു കോഡ് പറഞ്ഞുതരാം. വേവ് വൈൻഡിങ് നിങ്ങൾ നോക്കുക, വേവ് എഴുതുക. വേവ് വൈൻഡിങ്ങിൽ ഈ V ഉണ്ടല്ലോ, V വലുതല്ലേ? അപ്പോൾ ഈ V വലുതാൻ എൻ്റെ മീനിങ് എന്താണ്? ഹൈ വോൾട്ടേജിലാണ് വേവ് വൈൻഡിങ് ഉപയോഗിക്കുന്നത്. ഹൈ വോൾട്ടേജും ലോ കറണ്ട്. അപ്പോൾ അത് വരുന്നത് എവിടെയാണ്? ഏത് ഓപ്ഷനിലാണ് വരുന്നത്? ഹൈ വോൾട്ടേജും ലോ കറണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് ഓപ്ഷൻ ഏതാണ്? C ആണ് വരുന്നത് അല്ലേ? ഹൈ വോൾട്ടേജും ലോ കറണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ 25 ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ പഠിക്കാം. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഇനി ലാപ്പ് വൈൻഡിങ് ദ നമ്പർ ഓഫ് ബ്രഷസ് ഈസ് ഓൾവേസ് ഈക്വൽ ടു. ലാപ്പ് വൈൻഡിങ് നമ്പർ ഓഫ് ബ്രഷസ് ഈസ് ഓൾവേസ് ഈക്വൽ ടു, നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇറ്റ് ഈസ് ഈക്വൽ ടു 2. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ 25 ക്വസ്റ്റ്യൻസ്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവരും പഠിക്കാം. എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് നമ്മൾ തന്നിട്ടുള്ള തിയറി വിത്ത് എക്സ്പ്ലനേഷൻ തന്നിട്ടുള്ളത്, എക്സ്പ്ലനേഷനൊക്കെ വായിച്ച് വെച്ച് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ മാക്സിമം ലൈവ് ക്ലാസ്സിൽ വരാൻ പറയാം. ഓക്കെ, താങ്ക് യു.